സാർ നമസ്കാരം. നമസ്കാരം. ഭക്ഷണ രീതികൾ ഈ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഭക്ഷണ രീതികൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ശരീരം റിക്വയർ ചെയ്യുന്നതിലധികം ഭക്ഷണം കഴിക്കുന്നത് പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാണ്. അതേപോലെ തന്നെ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും രോഗത്തിന് കാരണമാണ്. അപ്പോൾ സാറ് പറയുന്നതനുസരിച്ച് ശരിയായ സമയക്രമം ആഹാര കാര്യത്തിലുണ്ടെങ്കിൽ അസുഖങ്ങൾ ഭേദമാക്കാനാണല്ലോ. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ആ സമയക്രമം? അതുപോലെ മറ്റെന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വിശപ്പുണ്ടാവുക എന്നുള്ളതാണ് ഭക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഒരു ഫാസ്റ്റിങ്ങിന് ശേഷമൊക്കെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായ ഒരു വിശപ്പുണ്ടാവുക എന്നുള്ളത് ഏവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു അധ്വാനങ്ങളിലേക്ക് ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇന്ധനം ശരീരത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കലോറി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ളത്, പ്രോട്ടീൻ ഉള്ളത്, ഏറ്റവും ഹെവി ആയിട്ടുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാകണം എന്നതാണ്. ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള തിരക്കുകളിൽപ്പെട്ട് ഓഫീസിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി പോകുന്നതിന്, പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പലരും രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ട് പ്രഭാതങ്ങളിലും കിടന്നുറങ്ങുന്നതിൻ്റെ പേരിലും ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരിക്കലും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാത്തത് മൂലം വയറിൽ ഗ്യാസും അസിഡിറ്റിയും ഒക്കെ ഫോം ചെയ്യുകയും അന്ന് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ ഡിസ്റ്റർബ്ഡ് ആയി അവരുടെ ആ ദിവസം മാറുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഈ വിഷയത്തിലൊക്കെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു അന്വേഷണത്തിലൂടെയും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് പ്രഭാത ഭക്ഷണം എന്നതാണ്. അതുപോലെ സാറ് പറഞ്ഞനുസരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കണമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ ഇതേ ഭക്ഷണ രീതി ക്രമീകരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. ഓരോരുത്തരുടെയും പ്രായത്തിനും അവരുടെ ആരോഗ്യാവസ്ഥയ്ക്കും അവരുടെ അധ്വാനത്തിൻ്റെ അളവനുസരിച്ചുമൊക്കെ ഭക്ഷണത്തെ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, വീട്ടിൽ തന്നെ വിശ്രമിക്കുന്ന ആളുകൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, ജോലിഭാരമുള്ള ആളുകൾ, അമിതമായിട്ട് അധ്വാനിക്കുന്നവരൊക്കെ നല്ല കലോറിയിലും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്പോർട്സിലുള്ള ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ ശരീരം ഭക്ഷണം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല അളവിൽ ഭക്ഷണം കഴിക്കണം. രോഗികളായിട്ടുള്ളവർ അവരുടെ രോഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് പറ്റുന്ന ഒരു ഡയറ്റ് ഫോളോ ചെയ്യൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഡയബറ്റീസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാർബോ കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒട്ടും നല്ല ഒരു കാര്യമല്ല. അവർ റാഗി, ഓട്സ് പോലെയുള്ള ഭക്ഷണങ്ങളിലേക്ക്, അതുപോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം ഉണ്ടാക്കിയെടുക്കണം. ഈ കിഡ്നി പേഷ്യൻറ്റുകൾ, BP പേഷ്യൻറ്റുകൾ, ഇവരൊക്കെ ഉപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുണ്ടാവും. സ്വാഭാവികമായിട്ടും ഓരോ മനുഷ്യൻ്റെയും ശാരീരിക ക്ഷമതയനുസരിച്ചുകൊണ്ടും അവരുടെ പ്രായമനുസരിച്ച് കൊണ്ടുമൊക്കെ നല്ല ഒരു ഡയറ്റ് ഉണ്ടാക്കിയെടുക്കുകയും അത് ഫോളോ ചെയ്യുക എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഷയത്തിലും അത് ബാധകമാണ്. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് വിശദമായി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഒന്ന് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണല്ലോ ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? 3 നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ്. കാലത്ത് എഴുന്നേൽക്കുകയും അധ്വാനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉച്ച സമയത്തൊക്കെ വിശപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു കാര്യമാണ്. ആ സമയങ്ങളിലൊക്കെ വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരല്പം പിന്തിപ്പോയാലും
ഒന്നും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു സമയമാണ് ഈ ഉച്ചക്കത്തെ സമയം. നമ്മുടെ ബോഡിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള അളവിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ഈ നൈറ്റ് ലൈഫിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം. അപ്പോൾ അത് ക്രമാതീതമായ ആൾക്കാർ ഈ നൈറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? രാത്രി ഭക്ഷണത്തെക്കുറിച്ച് വളരെ സമഗ്രമായിട്ട് പറയപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇന്ന് നൈറ്റ് ലൈഫിൻ്റെ ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ രാത്രിയിൽ വിശാലമായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് കണ്ടുവരുന്നുണ്ട്. വീടുകളിലാണെങ്കിലും ശരി, രാത്രിയാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നതും. അത് വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ ഒരു സമയത്ത് അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും കാത്തിരുന്ന് വളരെ വൈകിയൊക്കെ രാത്രി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നുണ്ട്. നമുക്ക് രാത്രിയിൽ തെരുവുകളിലൊക്കെ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണ കേന്ദ്രങ്ങൾ, കുഴിമന്തി, അതുപോലെ ഷവായി, അൽഫാം, എന്താ പറയുക, ഷവർമ്മ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ നമ്മുടെ തെരുവുകളിൽ സജീവമായിട്ട് ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുന്നത് മൂലം രാത്രിയുടെ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. രാത്രിയിൽ നമ്മുടെ ശരീരം അത്രത്തോളം ഭക്ഷണമൊന്നും ആവശ്യപ്പെടുന്നില്ല. കാരണം എന്താണ്? വിശ്രമത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ്റെ വയറ് നിറയ്ക്കുക എന്ന് പറയുന്നത് ആ ശരീരത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമമാണ്. ആ മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും വിശ്രമത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ശരീരത്തോടുള്ള ഏറ്റവും വലിയ ധർമ്മം എന്നുള്ളത്. ആ സമയങ്ങളിൽ മൈദ, പൊറോട്ട, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, വറുത്തത്, പൊരിച്ചത്, കരിച്ചത്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവുകൾ ചേർന്നത്, അജിനാമോട്ട ചേർന്നത്, അതുപോലെ ഷേക്കുകൾ, കോളകൾ, ഇത്തരത്തിൽ ശരീരവുമായിട്ട് ഒട്ടും യോജിക്കാത്ത, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ അടിമുടി തകർക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം ഉറക്കത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും മനുഷ്യന് പറ്റിയ ഒരു കാര്യമല്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പലതരത്തിലുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റുകളും ഒക്കെ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈല് കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ശരീരമാണ്, അതിനോടുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് അധികം ആളുകളിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണമായിട്ടുള്ളത് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് മൂലമാണ്. ഇന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സദസ്സുകൾ അധികമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു കാലമാണ്. കല്യാണങ്ങളുടെ പേരിൽ, മറ്റ് ആഘോഷങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു അവസരമുണ്ടാക്കി അതിൻ്റെ പേരിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് നൈറ്റ് ലൈഫ്, അല്ലെങ്കിൽ ഇതുപോലത്തെ പാർട്ടി ലൈഫ്, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വിരുന്നായി പോകുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സമ്മർദ്ദങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ വയറിനുള്ളിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന ഒരു നീതികേട് എന്താണെന്ന് വെച്ചാൽ, ഒരു രാത്രിയുടെ വിശ്രമത്തിൻ്റെ ഒക്കെ ഒരു സമയത്തിൽ ശരീരം ഒട്ടും തന്നെ ഇത്തരം അവസ്ഥകളെ, ഇത്തരം ഭക്ഷണത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ആ സമയങ്ങളിൽ അമിതമായിട്ടുള്ള ഭക്ഷണം വയറിലേക്ക് കൊടുക്കുകയും നമ്മൾ എന്താ പറയുക, ഉറക്കത്തിലേക്കും വിശ്രമത്തിലേക്കും പോകേണ്ട ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ എന്താ പറയുക, അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വിശ്രമത്തിന് അവസരങ്ങളെ നിഷേധിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഭാരം ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ക്ഷമത പതുക്കെ പതുക്കെ കുറയുകയും ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഡൈജസ്റ്റിക് പ്രോബ്ലങ്ങൾ രൂപപ്പെടുകയും നിരന്തരമായ രോഗങ്ങളിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പലതരത്തിലുള്ള സിവിയറായിട്ടുള്ള രോഗങ്ങളിലേക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ് ശരിയായ കാര്യം. അത് ഡയബറ്റീസ് ആണെങ്കിലും ശരി, കൊളസ്ട്രോൾ ആണെങ്കിലും ശരി, ഫാറ്റി ലിവർ ആണെങ്കിലും ശരി, യൂറിക് ആസിഡ് ആണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ
ആളുകളിൽ വരുന്നതിന് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ഈ ഭക്ഷണക്രമം എന്നുള്ളത്. ഇതിനെ പ്രതിരോധിക്കുവാനും ഇതിൽ നിന്ന് അതിജീവിക്കുവാനുമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഭക്ഷണത്തിലാണ് ഉള്ളത് എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ഭക്ഷണം മരുന്ന് പോലെ കഴിക്കുക. അങ്ങനെയാണ് എങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ സമയം ബന്ധിതമായ ആഹാരവും നല്ല ഭക്ഷണവും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അല്ലേ? ഉറപ്പായിട്ടും നല്ല ഭക്ഷണവും നല്ല ഉറക്കവും നല്ല ഗുണകരമായിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ജീവിതശൈലി ശീലമാക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. നമ്മുടെ അനാരോഗ്യം കൊണ്ട് നമ്മുടെ സമ്പത്ത് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് നഷ്ടമുണ്ടാകുന്ന അത്തരം ദുരവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിട്ട് മാറുക. നല്ല ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പരിശ്രമിക്കുക.